രാത്രിയുടെ നിശബ്ദതയിൽ കട്ടിലിൽ കിടന്ന് വെറുതെ മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. മനസ്സു നിറയെ ചിന്തകൾ കാടുകയറുകയാണ്. പഴയ സങ്കടങ്ങൾ, നാളെയെക്കുറിച്ചുള്ള പേടികൾ, ചെയ്യാനിരിക്കുന്ന ജോലികളുടെ വലിയൊരു പട്ടിക. ശരീരം അത്രമേൽ തളർന്നിട്ടുണ്ടാകാം, പക്ഷേ ഉറക്കം മാത്രം നമ്മളിൽ നിന്ന് ഏറെ ദൂരേക്ക് ഓടിപ്പോകുന്നു. ഉറങ്ങാൻ വേണ്ടി നാം എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ അത്രത്തോളം ആ ഉറക്കം നമ്മെ പരിഹസിച്ചുകൊണ്ട് അകന്നുപോകുന്ന ഒരു വിചിത്രമായ അവസ്ഥയാണിത്. സത്യത്തിൽ നിങ്ങൾ തനിച്ചല്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ രാത്രികളിൽ അനുഭവിക്കുന്ന വലിയൊരു ഒറ്റപ്പെടലാണിത്. ഈ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം പാട്ടുകൾ കേൾക്കുന്നു, ഉറക്കഗുളികകളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ വെറുതെ നോക്കിയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിന് ശരിക്കുള്ള ശാന്തി നൽകുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? ഉറക്കം എന്നത് നാം ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വിരുന്നുകാരനായി വരാൻ അനുവദിക്കേണ്ട ഒരു അനുഭൂതിയാണ്. ബുദ്ധചിന്തകൾ പ്രകാരം സമാധാനം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ എല്ലാ ഭാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു കലയാണ്. സമാധാനം നിങ്ങളിൽ തന്നെയാണുള്ളത്, അത് പുറത്തു തിരയേണ്ടതില്ല എന്ന ബുദ്ധവചനം നമ്മുടെ ഉറക്കത്തിനും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ആ പഴയ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാം. പകരം നിശബ്ദതയെയും ശാന്തതയെയും സ്നേഹപൂർവ്വം സ്വീകരിക്കാം. മനസ്സിനെ ഒന്ന് തൊട്ടുതഴുകി ശാന്തമാക്കുന്ന പ്രകൃതിദത്തമായ ഉറക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പുരാതന ബുദ്ധസങ്കേതങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്. അല്പം ആഴത്തിൽ ശ്വാസമെടുത്ത് ഇന്നത്തെ പകലിന്റെ എല്ലാ ഭാരങ്ങളും ഒന്നിറക്കിവെച്ച് നമുക്ക് ആ യാത്ര തുടങ്ങാം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് എന്നാണ്. പ്രായമാകുന്തോറും പലർക്കും ഉറക്കം ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നത് നാം കാണാറുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്തിനോടുമുള്ള അമിതമായ പറ്റിനിൽക്കലാണെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. ഇത് കേവലം വസ്തുക്കളോടോ ആളുകളോടോ മാത്രമല്ല, നമ്മുടെ തന്നെ ചിന്തകളോടുമുള്ള ഒരുതരം പിടിവാശിയാണ്. പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപങ്ങളും നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഒരു ചങ്ങല പോലെ നമ്മുടെ മനസ്സിനെ വരിഞ്ഞുമുറുക്കുന്നു. അടങ്ങാത്ത കടൽത്തിരകൾ പോലെ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് മനോഹരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു കർഷകൻ തന്റെ ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ച് പരാതി പറയാൻ ബുദ്ധന്റെ അടുത്തുചെന്നു. എന്റെ കൃഷി നശിക്കുന്നു, മകൻ അനുസരിക്കുന്നില്ല, ഭാര്യ എപ്പോഴും സങ്കടത്തിലാണ്. ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും എന്നായിരുന്നു അയാളുടെ സങ്കടം. ബുദ്ധനെല്ലാം ശാന്തമായി കേട്ടു. എന്നിട്ട് മന്ദഹാസത്തോടെ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ ആ പ്രശ്നങ്ങളെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മാറ്റാൻ എനിക്ക് സാധിക്കും. ജീവിതത്തിൽ എന്നും എപ്പോഴും കുറഞ്ഞത് ഒരു 83 പ്രശ്നങ്ങളെങ്കിലും നമുക്കുണ്ടാകും. അതിലൊരെണ്ണം തീർക്കുമ്പോൾ മറ്റൊന്നവിടെ വരും. പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകത്തല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ശാന്തമായിരിക്കാൻ പഠിക്കുന്നതിലാണ് ഒരാളുടെ വിജയം. സത്യത്തിൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ സമാധാനം ലഭിക്കൂ എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ആ കർഷകനെപ്പോലെ നമ്മളും ജീവിക്കുന്നത്. എന്നാൽ ജീവിതമെന്നത് തികച്ചും പ്രവചനാതീതമായ ഒന്നാണ്. അവിടെ ആകുലതകൾ എന്നും കൂടെയുണ്ടാകും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ ഈ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചോ ഒക്കെ നാം വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാത്തിനെയും നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്തോറും മനസ്സ് കൂടുതൽ അശാന്തമാവുകയാണ് ചെയ്യുന്നത്. ഈയൊരവസ്ഥയിലൂടെ കടന്നുപോയ മാർഗരറ്റ് എന്ന വയോധികയുടെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ്. വർഷങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവരുടെ കൂട്ട്. കട്ടിലിൽ കിടന്നാൽ ഉടൻ ചിന്തകൾ കാടുകയറും. ബില്ലുകൾ അടയ്ക്കാൻ മറന്നോ? കൊച്ചുമകന്റെ പഠനം എങ്ങനെയുണ്ട്? എന്റെ ആരോഗ്യം ഇനിയും മോശമാകുമോ? ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ചിന്തകൾ ഒരു ചുഴി പോലെ അവരെ ഉറക്കത്തിൽ നിന്ന് ഏറെ അകറ്റിക്കളഞ്ഞു. ഒരിക്കൽ അവരുടെ സുഹൃത്തായ ഒരു അധ്യാപകൻ മനോഹരമായ ഒരു കാര്യം പങ്കുവച്ചു. മാർഗരറ്റ്, നമ്മുടെ മനസ്സ് ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെയാണ്. അതിനെ നിരന്തരം കലക്കിക്കൊണ്ടിരുന്നാൽ അതെപ്പോഴും കലങ്ങിത്തന്നെയിരിക്കും. എന്നാൽ അതിനെ ഒരിടത്ത് ശാന്തമായിരിക്കാൻ അനുവദിച്ചാൽ പതുക്കെ അഴുക്കുകളെല്ലാം അടിഞ്ഞ് വെള്ളം തെളിഞ്ഞുവരും. ഈ വാക്കുകൾ മാർഗരറ്റിന്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു. അന്നുതൊട്ട് അവർ ഉറങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ശാന്തമായിരുന്ന് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് സ്വയം പറയുമായിരുന്നു, ഇന്ന് രാത്രി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ബാധ്യത എനിക്കില്ല, നാളെയും ഈ ലോകം ഇവിടെത്തന്നെയുണ്ടാകും. പതുക്കെ പതുക്കെ എല്ലാത്തിനെയും നിയന്ത്രിക്കണമെന്ന വാശി ഉപേക്ഷിച്ചപ്പോൾ നിശ്ചലമായ വെള്ളത്തിൽ പൂർണ്ണചന്ദ്രന്റെ പ്രതിബിംബം തെളിയുന്നതുപോലെ അവരുടെ മനസ്സും ശാന്തമായി. നമ്മൾ പകൽ മുഴുവൻ കൊണ്ടുനടന്ന ഭാരങ്ങൾ കിടക്കയിലേക്കും വലിച്ചിഴയ്ക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഉറക്കം നമ്മെ വിട്ടുപോകുന്നത്. സമാധാനം എന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലല്ല, മറിച്ച് ചിന്തകളുമായുള്ള നമ്മുടെ ബന്ധം മാറ്റുന്നതിലാണ്. ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ഇലകളെ നോക്കി നിൽക്കുന്നതുപോലെ നമ്മുടെ ആകുലതകളെ വെറുതെ നോക്കി നിൽക്കാൻ ശീലിക്കണം. അവയോട് പൊരുതാതെ അവയെ കടന്നുപോകാൻ അനുവദിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഇപ്പോഴും എന്തിനെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഒരല്പനേരത്തേക്കെങ്കിലും അത് ഇറക്കിവെക്കാൻ എനിക്ക് കഴിയില്ലേ? ആ ഒരു ചെറിയ വിട്ടുകൊടുക്കലിൽ നിങ്ങൾക്കായി ശാന്തമായ വിശ്രമത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടും.
വിട്ടുകൊടുക്കലിന്റെ ഈ കരുത്തിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു മനോഹരമായ കഥയുണ്ട്. ഗുരോ, അങ്ങെങ്ങനെയാണ് ഓരോ രാത്രിയും ഇത്രയും സുഖമായി ഉറങ്ങുന്നത് എന്ന് ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഉറങ്ങുന്നതിനു മുൻപ് ഞാൻ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു കൃത്യമായി മടക്കിവെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്റെ ചിന്തകളും. എത്ര ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വാക്കുകളാണല്ലേ. പ്രശ്നങ്ങളെ പാടെ അവഗണിക്കുക എന്നല്ല ഇതിനർത്ഥം, മറിച്ച് അവ നമ്മെ വിഴുങ്ങാൻ അനുവദിക്കാതെ പതുക്കെ മടക്കി മാറ്റിവെക്കുക എന്നതാണ്. ഭാരമുള്ള ഒരു വലിയ ബാഗും തോളിലേറ്റി ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുമോ? ഇല്ലല്ലേ. പിന്നെന്തിനു മനസ്സ് നിറയെ വേണ്ടാത്ത ചിന്തകളുടെ ഭാരവും പേറി നാം കിടക്കണം? ഇലനോർ എന്ന സ്ത്രീയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. ഓരോ രാത്രിയും കട്ടിലിൽ കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ചോദ്യങ്ങൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് മകളോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റായിപ്പോയോ? എന്റെ ആരോഗ്യം മോശമായാൽ ഞാൻ കുടുംബത്തിനൊരു ഭാരമാകുമോ? പതുക്കെ പതുക്കെ ഈ ചിന്തകൾ അവരെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും. എന്നാൽ ആ ചിന്താഭാരങ്ങൾ ഒന്നൊന്നായി ഇറക്കിവെക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശ്രമം നമ്മെ തേടിയെത്തുന്നത്. തുറക്കാത്ത കത്തുകൾ കുമിഞ്ഞുകൂടുന്നതുപോലെയായിരുന്നു ഓരോ രാത്രിയും ഇലനോറിന്റെ ഉള്ളിൽ ചിന്തകൾ നിറഞ്ഞിരുന്നത്. അവഗണിക്കാൻ ശ്രമിക്കുന്തോറും ആ ചിന്തകൾ കൂടുതൽ ഉച്ചത്തിൽ അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ചെറുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ വഴങ്ങിയിരുന്ന ഉറക്കം ഇന്നവൾക്ക് തികച്ചും അന്യമായിരിക്കുന്നു. ഒരിക്കൽ ബുദ്ധധർമ്മം പിന്തുടരുന്ന ഒരു സുഹൃത്താണ് ഇലനോറിന് വിട്ടുകൊടുക്കലിന്റെ ഈ മനോഹരമായ വഴി കാണിച്ചുകൊടുത്തത്. അവർ പറഞ്ഞു, ഇലനോർ, നിന്റെ വേവലാതികൾ ഒരു ചായക്കടയിലെ അതിഥികളെപ്പോലെയാണ്. ചിലർ വരുന്നു, വർത്തമാനം പറഞ്ഞ് പതുക്കെ കടന്നുപോകുന്നു. എന്നാൽ മറ്റു ചിലർ അവിടെ തന്നെ തങ്ങാൻ നിർബന്ധം പിടിക്കും. പക്ഷേ ഓർക്കുക, നീയാണ് ആ ചായക്കടയുടെ ഉടമസ്ഥ. ഏത് അതിഥിയെ സ്വീകരിക്കണം, ആരെ മടക്കി അയക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. അന്ന് രാത്രി ഇലനോർ പുതിയൊരു കാര്യം പരീക്ഷിച്ചു. ഉറങ്ങുന്നതിനു മുൻപ് ഒരു ഡയറി എടുത്ത് തന്നെ അസ്വസ്ഥയാക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ കുറിച്ചിട്ടു. ചിന്തകളെ ഉള്ളിലൊളിപ്പിച്ച് വീർപ്പുമുട്ടിക്കാതെ അവയ്ക്ക് വാക്കുകളിലൂടെ ഒരു രൂപം നൽകി. എഴുതിക്കഴിഞ്ഞപ്പോൾ ആ പുസ്തകം പതുക്കെ അടച്ചുവെച്ച് അവൾ സ്വയം മന്ത്രിച്ചു, ഇക്കാര്യങ്ങളെല്ലാം ഞാൻ നാളെ നോക്കാം, ഇപ്പോൾ എനിക്ക് വിശ്രമിക്കണം. ആ പുസ്തകം അടച്ചപ്പോൾ തന്റെ ചിന്തകളുടെ വാതിലും താൻ അടച്ചുവെന്നൊരു മനോഹരമായ തോന്നൽ അവൾക്കുണ്ടായി. വർഷങ്ങൾക്കു ശേഷം അന്ന് രാത്രി അവൾ വളരെ വേഗത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വിട്ടുകൊടുക്കുക എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ പാടമറക്കുക എന്നല്ല അർത്ഥം, മറിച്ച് എല്ലാ നേരവും ആ ഭാരം ചുമന്ന് നടക്കില്ല എന്ന് ബോധപൂർവം തീരുമാനിക്കലാണ്. നാളെ ഈ ലോകം പുതിയൊരവസരവുമായി നമ്മെ കാത്തിരിക്കുമെന്നും ഇപ്പോൾ നമുക്ക് വിശ്രമിക്കാൻ പൂർണ്ണ അവകാശമുണ്ടെന്നുമുള്ള തിരിച്ചറിവാണത്. പകലിൽ നിന്ന് രാത്രിയുടെ നിശബ്ദതയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ ബുദ്ധപാരമ്പര്യത്തിൽ മനോഹരമായ ചില രീതികളുണ്ട്. അവയിലൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ചിന്തകളെ എഴുതിവെക്കുക എന്നത്. ആ വേവലാതികളിൽ മുഴുകാനല്ല, മറിച്ച് ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, ഇനി നിനക്ക് പോകാം എന്ന് മനസ്സിനോട് പറയാനുള്ള ഒരു ഉപായമാണിത്. മറ്റൊന്ന് സങ്കൽപ്പനത്തിന്റെ കരുത്താണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഓരോ വിഷമങ്ങളും ഒരു കടലാസ് വിളക്കിനുള്ളിൽ വെക്കുന്നതായും അത് ശാന്തമായ ഒരു പുഴയിലൂടെ പതുക്കെ ഒഴുകി അകന്നുപോകുന്നതായും സങ്കൽപ്പിക്കുക. ആ വിളക്ക് ദൂരേക്ക് മറയുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മളല്ല നമ്മുടെ ചിന്തകൾ എന്ന വലിയ സത്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇതിനൊപ്പം ചില മന്ത്രങ്ങൾ പതുക്കെ ഉരുവിടുന്നതും മനസ്സിനെ ശാന്തമാക്കും. ഞാൻ ഇന്നത്തെ പകലിനെ യാത്രയാക്കുന്നു, ശാന്തിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്നെനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് വിശ്രമിക്കണം. ഇത്തരത്തിലുള്ള കൊച്ചു കാര്യങ്ങൾ പതിവായി ചെയ്യുമ്പോൾ രാത്രി എന്നത് വേവലാതിപ്പെടാനുള്ളതല്ല, പകരം സമാധാനമായി ഉറങ്ങാനുള്ളതാണെന്ന് നമ്മുടെ മനസ്സ് പതുക്കെ പഠിച്ചെടുക്കും. ഒരിക്കൽ ഒരു സെൻഗുരു തന്റെ ശിഷ്യനോട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചായക്കപ്പ് കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഈ കപ്പ് നേരത്തെ തന്നെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്കെങ്ങനെ ഇതിലേക്ക് കൂടുതൽ ചായ ഒഴിക്കാൻ കഴിയും? ശിഷ്യൻ പറഞ്ഞു, അതിനായി ആദ്യം ആ കപ്പിലുള്ളത് ഒന്ന് ഒഴിവാക്കണം പ്രഭു. നമ്മുടെ ഉറക്കവും ഇതുപോലെ തന്നെയാണ്. സങ്കടങ്ങളും പേടികളും കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞാൽ അവിടെ വിശ്രമത്തിന് ഒരിടവും ബാക്കിയുണ്ടാകില്ല. അതുകൊണ്ട് ആ കപ്പ് അല്പമൊന്ന് ഒഴിവാക്കാൻ തയ്യാറായാൽ മാത്രമേ നിശബ്ദതയ്ക്കും സുഖകരമായ ഉറക്കത്തിനും നമ്മുടെ ഉള്ളിൽ ഇടം ലഭിക്കുകയുള്ളൂ. പതുക്കെ ആ മനസ്സൊന്ന് ഒഴിഞ്ഞുകൊടുക്കൂ, ഉറക്കം നിങ്ങളെ തേടിവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കണ്ണുകൾ പതുക്കെ ചിമ്മുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഇനിയും എന്തിനെയാണ് ഞാൻ വെറുതെ മുറുകെ പിടിച്ചിരിക്കുന്നത്? ഒരല്പനേരത്തേക്കെങ്കിലും അതെല്ലാം ഒന്ന് ഇറക്കിവെക്കാൻ എനിക്ക് കഴിയില്ലേ? നിങ്ങളുടെ ആകുലതകൾ എന്തുതന്നെയായാലും അവയെല്ലാം നാളെയും ഈ ലോകത്ത് അവിടെത്തന്നെയുണ്ടാകും എന്ന് വിശ്വസിക്കൂ. പക്ഷേ ഈ നിമിഷം, ഈ രാത്രി നിങ്ങൾ സമാധാനമായി വിശ്രമിക്കാൻ അർഹതയുള്ളവരാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് വിട്ടുകളയൂ, ദീർഘമായി ഒന്ന് ശ്വസിക്കൂ, ഉറക്കം നിങ്ങളെ തേടിവരട്ടെ. ബുദ്ധചിന്തകളിൽ നമ്മുടെ ഓരോ ശ്വാസവും ഓരോ വാതിലുകളാണ്. വർത്തമാനകാലത്തിലേക്ക് മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു നങ്കൂരമാണത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന ഒരു മനോഹരമായ പാലം. ധ്യാനിക്കാൻ മാത്രമല്ല, തളർന്ന ശരീരത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കാനും ബുദ്ധസന്യാസിമാർ ശ്വാസത്തെ ഒരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പവിത്രമായ താളത്തെ നാം പലപ്പോഴും ശ്രദ്ധിക്കാൻ മറന്നുപോകാറില്ലേ?
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ചിന്തകളെ ശാന്തമാക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസത്തിന് കാതോർക്കൂ എന്നൊരു സെൻ ഗുരു പറഞ്ഞിട്ടുണ്ട്. ശ്വാസം വേഗത്തിലാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. എന്നാൽ ആ ശ്വാസം ആഴത്തിലും പതുക്കെയുമാകുമ്പോൾ മനസ്സ് തനിയെ ശാന്തമാകും. ജപ്പാനിലെ ക്യോട്ടോയിൽ ജീവിച്ചിരുന്ന ഹരൂട്ടോ എന്ന മരപ്പണിക്കാരന്റെ കഥ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. തന്റെ യൗവനകാലത്ത് മരത്തിൽ അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തിരുന്ന അദ്ദേഹം ജോലിയിൽ അത്രമേൽ ഏകാഗ്രത പുലർത്തിയിരുന്നു. എന്നാൽ പ്രായമായതോടെ ഉറക്കം അദ്ദേഹത്തിന് ഒരു സ്വപ്നം മാത്രമായി മാറി. പണ്ട് ചെയ്ത തെറ്റുകളും നാളെയെക്കുറിച്ചുള്ള പേടികളും അദ്ദേഹത്തെ രാത്രികളിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു. പലതരം പച്ചമരുന്ന്, ചായകളും കുളിയുമൊക്കെ പരീക്ഷിച്ചെങ്കിലും ഉറക്കം മാത്രം വന്നില്ല. ഒടുവിൽ അദ്ദേഹം തന്റെ സുഹൃത്തായ ഒരു ബുദ്ധസന്യാസിയെ ചെന്ന് കണ്ടു. സന്യാസി അദ്ദേഹത്തിന് ഒരു കപ്പ് ചായ നൽകിയിട്ട് ചോദിച്ചു, ഹരൂട്ടോ, ഈ ചായ കുടിക്കുമ്പോൾ നീ അതെങ്ങനെ കുടിക്കണമെന്ന് ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഞാനത് കുടിക്കുന്നു, അത്രമാത്രം, ഹരൂട്ടോ മറുപടി നൽകി. അപ്പോൾ സന്യാസി പുഞ്ചിരിയോടെ പറഞ്ഞു, നമ്മുടെ ശ്വസനവും അതുപോലെയാണ്. ഉറങ്ങാൻ വേണ്ടി നീ ബലം പ്രയോഗിക്കേണ്ടതില്ല. പകരം നിന്റെ ശ്വാസത്തിന്റെ താളത്തിലേക്ക് മാത്രം ഒന്ന് മടങ്ങിപ്പോകൂ. അന്ന് രാത്രി ഹരൂട്ടോ തന്റെ ചിന്തകളോട് പൊരുതുന്നതിനു പകരം ശ്വാസത്തിന്റെ കയറ്റിറക്കങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതുക്കെ ശരീരത്തിലെ ഓരോ പേശികളും അയയുകയും വർഷങ്ങൾക്ക് ശേഷം സമാധാനമായ ഒരു ഉറക്കം അദ്ദേഹത്തെ പൊതിയുകയും ചെയ്തു. സുഖകരമായ ഒരു നിദ്രയ്ക്കായി നമുക്കും ഈ ലളിതമായ ശ്വസനരീതി ഒന്ന് ശീലിച്ചു നോക്കാം. ആദ്യം കണ്ണുകൾ പതുക്കെ അടച്ച് ഒരു കൈ നെഞ്ചിലും മറുകൈ വയറിലും വയ്ക്കുക. നിങ്ങളുടെ ശ്വാസം എവിടെയാണ് ചലിക്കുന്നത് എന്ന് തിരിച്ചറിയുക. മൂക്കിലൂടെ സാവധാനം ശ്വാസമെടുത്ത് 4 വരെ എണ്ണുക. ഒരു ബലൂൺ വീർക്കുന്നതുപോലെ നിങ്ങളുടെ വയർ പതുക്കെ വികസിക്കുന്നത് അനുഭവപ്പെടട്ടെ. അതിനുശേഷം 6 വരെ എണ്ണിക്കൊണ്ട് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും പകൽ മുഴുവൻ കൊണ്ടു നടന്ന എല്ലാ ഭാരങ്ങളും ഉരുകിപ്പോകുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസമെടുക്കുമ്പോൾ ഞാൻ ഇവിടെയുണ്ട് എന്നും ശ്വാസം വിടുമ്പോൾ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സമാധാനത്തിലാണ് എന്നും മനസ്സിനോട് മന്ത്രിക്കുക. ഒരു നിശ്ചലമായ തടാകത്തിൽ വെള്ളിനിലാവ് പ്രതിഫലിക്കുന്നതുപോലെ ശ്വാസം ശാന്തമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥതകളിൽ നിന്ന് ശാന്തിയിലേക്ക് വഴിമാറും. ശാസ്ത്രീയമായി നോക്കിയാലും ശ്വാസം പതുക്കെയാകുമ്പോൾ അത് നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന് വിശ്രമിക്കാനുള്ള കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്യും. ഈ ശീലത്തിലൂടെ പതുക്കെ പതുക്കെ ചിന്തകളുടെ വേഗത കുറയുകയും നിങ്ങൾ സുഖകരമായ ഉറക്കത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്യും. സാവധാനം ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹം സജീവമാവുകയാണ് ചെയ്യുന്നത്. നീ ഇപ്പോൾ സുരക്ഷിതനാണ് എന്ന് ശരീരം തലച്ചോറിന് നൽകുന്ന സ്നേഹപൂർവമായ ഒരു ഉറപ്പാണത്. ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കാനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും ഉറക്കത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ ഒരുക്കാനും സഹായിക്കുന്നു. എന്നാൽ ആത്മീയമായ തലത്തിൽ നോക്കിയാൽ ബോധപൂർവമായ ഈ ശ്വസനം എന്നത് വെറുമൊരു വിശ്രമവിദ്യയല്ല. അത് വർത്തമാനകാലത്തിലേക്കുള്ള നമ്മുടെ മടക്കയാത്രയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളോടും വരാനിരിക്കുന്ന ഭാവിയോടുമുള്ള അമിതമായ പറ്റിനിൽക്കൽ ഉപേക്ഷിക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ നിമിഷത്തിലെല്ലാം ശുഭകരമാണെന്ന് അത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കത്തിന് പിന്നാലെ പായാതെ ഉറക്കം നിങ്ങളെ തേടിവരാൻ അനുവദിക്കൂ. നിങ്ങളുടെ ശ്വാസം ആ ശാന്തമായ വഴി കാണിച്ചുതരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കൂ. അലഞ്ഞുതിരിയുന്ന ഒരു മനസ്സിന് ഒരിക്കലും സുഖമായി ഉറങ്ങാൻ കഴിയില്ല. എന്നാൽ ആ മനസ്സിനോട് പൊരുതുന്നതിനു പകരം അതിനെ പതുക്കെ സമാധാനത്തിന്റെ തീരത്തേക്ക് നയിച്ചാലോ? അസ്വസ്ഥതകളോട് യുദ്ധം ചെയ്യുന്നതിനു പകരം ശരീരത്തെ ഒന്ന് അയച്ചുവിടാനും ശ്വസനത്തെ ആഴത്തിലാക്കാനും ഈ നിമിഷത്തിൽ അലിഞ്ഞു ചേരാനും നമുക്ക് ശ്രമിക്കാം. ബുദ്ധമതത്തിലെ അതിശക്തമായ ഒരു രീതിയാണ് മൈൻഡ്ഫുൾനെസ് ബോഡി സ്കാൻ. ഇത് ശരീരത്തെ പൂർണ്ണമായി വിശ്രമിക്കാനും മനസ്സിനെ നിശബ്ദമാക്കാനും ഉറക്കത്തിലേക്ക് സാവധാനം വഴുതിവീഴാനും സഹായിക്കുന്നു. ബലം പ്രയോഗിച്ച് ഉറങ്ങാനല്ല, മറിച്ച് ഉറക്കത്തിനാവശ്യമായ സാഹചര്യം നമ്മുടെ ഉള്ളിൽ തന്നെ താനേ രൂപപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിശ്ചലമായ ഒരു കുളം ചന്ദ്രബിംബത്തെ സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കുന്നതുപോലെ ശാന്തമായ ഒരു ശരീരം സുഖകരമായ നിദ്രയെ മാടി വിളിക്കും. ശരീരത്തിലൂടെ സമാധാനം കണ്ടെത്തിയ റോബർട്ട് എന്ന വൃദ്ധന്റെ കഥ ഇതിന് മനോഹരമായ ഒരു ഉദാഹരണമാണ്. വർഷങ്ങളോളം ഉറക്കം അദ്ദേഹത്തിന് ഒരു ബാലികേറാമലയായിരുന്നു. ചൂടുപാൽ കുടിച്ചും ഉറക്കഗുളികകൾ കഴിച്ചും ആടുകളെ എണ്ണിയുമൊക്കെ അദ്ദേഹം സകല വിദ്യകളും പരീക്ഷിച്ചു നോക്കി. പക്ഷേ മനസ്സിന്റെ അനാവശ്യമായ ബഹളങ്ങൾ മാത്രം അടങ്ങിയില്ല. ഓരോ രാത്രിയും കട്ടിലിൽ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭീതിയും അദ്ദേഹത്തെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ഒരിക്കൽ അദ്ദേഹം തന്റെ നാട്ടിലുള്ള ഒരു ധ്യാനഗുരുവിനെ ചെന്ന് കണ്ടു. എന്റെ മനസ്സടങ്ങുന്നില്ല ഗുരുജി, കൊടുങ്കാറ്റിനു ശേഷമുള്ള പുഴ പോലെ ചിന്തകൾ കുത്തിയൊഴുകുകയാണ്. റോബർട്ട് സങ്കടപ്പെട്ടു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കപ്പ് ചായ നൽകിയിട്ട് പറഞ്ഞു, റോബർട്ട്, ആ കപ്പിന്റെ ചൂട് നിന്റെ കൈകളിലൊന്ന് അനുഭവിക്കൂ. കപ്പിന്റെ ഭാരം ശ്രദ്ധിക്കൂ. അതിൽ നിന്ന് ഉയരുന്ന ആവി നോക്കൂ. ഓരോ സിപ്പും കുടിക്കുമ്പോൾ നിന്റെ ശ്രദ്ധ മുഴുവൻ ആ അനുഭവത്തിൽ മാത്രമായിരിക്കട്ടെ. ഗുരു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ റോബർട്ടിന് അത്ഭുതകരമായ ഒരു മാറ്റം തോന്നി.
അതുവരെ പാഞ്ഞു നടന്ന മനസ്സ് സാവധാനം ഒന്ന് നിലയ്ക്ക് നിന്നു. ശ്വാസം ആഴത്തിലായി. തോളിലെ ഭാരമെല്ലാം ഇറക്കിവച്ചതുപോലെ പേശികൾ അയഞ്ഞു. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുമ്പോൾ അസ്വസ്ഥമായ മനസ്സ് പതുക്കെ അടങ്ങാൻ തുടങ്ങുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഗുരു അദ്ദേഹത്തിന്റെ കൈകളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ശരീരം എപ്പോഴും വർത്തമാനകാലത്താണ് ജീവിക്കുന്നത്, പക്ഷേ മനസ്സ് എങ്ങോട്ടോ ഓടിപ്പോകാൻ ഇഷ്ടപ്പെടുന്നു. സമാധാനമായി ഉറങ്ങാൻ ആ മനസ്സിനെ സ്നേഹപൂർവ്വം ശരീരത്തിലേക്ക് തന്നെ തിരികെ വിളിക്കണം. അന്ന് രാത്രി റോബർട്ട് പുതിയൊരു കാര്യം പരീക്ഷിച്ചു. ചിന്തകളോട് യുദ്ധം ചെയ്യുന്നതിനു പകരം തന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും പതുക്കെ അയയുന്നതും ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് മാറുന്നതും അദ്ദേഹം അറിഞ്ഞു. ഓരോ ശ്വാസത്തിലും അദ്ദേഹം കൂടുതൽ കൂടുതൽ ശാന്തനായി മാറിക്കൊണ്ടിരുന്നു. വർഷങ്ങളായി അനുഭവിച്ചിരുന്ന അസ്വസ്ഥതകൾക്കൊടുവിൽ യാതൊരു തടസ്സവുമില്ലാത്ത ഗാഠനിദ്രയിലേക്ക് റോബർട്ട് അന്ന് ആഴ്ന്നിറങ്ങി. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആഴത്തിലുള്ള ശാന്തിയിലേക്ക് നയിക്കാൻ ബോഡി സ്കാൻ എന്ന ഈ വിദ്യ നമുക്കും ഇന്ന് രാത്രി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ കിടക്കുക. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി സ്വതന്ത്രമായി വയ്ക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് ആഴത്തിലൊരു ശ്വാസമെടുത്ത് സാവധാനം അത് പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും ഒന്നൊന്നായി പതുക്കെ എത്തിക്കാം. ആദ്യം പാദങ്ങളിൽ ശ്രദ്ധിക്കുക. അവിടെയുള്ള പിരിമുറുക്കമെല്ലാം പതുക്കെ അലിഞ്ഞു പോകട്ടെ. ഇളം ചൂടുള്ള വെള്ളത്തിൽ പാദങ്ങൾ മുക്കിവെക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ആശ്വാസം മനസ്സിൽ സങ്കൽപ്പിക്കൂ. പതുക്കെ ശ്രദ്ധ കാലുകളിലേക്ക് കൊണ്ടുവരിക. തുടകളിലെയും പേശികളിലെയും മുറുക്കം പതുക്കെ അയയട്ടെ. ഇനി വയറിലെ പേശികളെ ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ അറിയാതെ മുറുകിപ്പിടിച്ചിരിക്കുന്ന ഭാരമെല്ലാം പതുക്കെ അഴിച്ചുവിടുക. ശ്വാസം തടസ്സമില്ലാതെ ഉള്ളിലേക്ക് ഒഴുകട്ടെ. പതുക്കെ കൈകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. വിരലുകൾ വിടർത്തിവെക്കുക. തോളുകൾ പതുക്കെ താഴേക്ക് അയച്ചുവിടുക. പകൽ മുഴുവൻ ചുമന്ന ഭാരമെല്ലാം അവിടെ ഇറക്കിവെക്കാം. മുഖത്തെ പേശികളെയും ഒന്ന് ശ്രദ്ധിക്കൂ. താടിയെല്ലും നെറ്റിയുമൊക്കെ ഒന്ന് അയച്ചുവിടുക. കണ്ണുകൾക്ക് പൂർണ്ണ വിശ്രമം നൽകുക. ഒടുവിൽ തലയുടെ മുകൾ ഭാഗം വരെ ആ ശാന്തത അനുഭവിക്കൂ. ഒരു നിശബ്ദമായ താഴ്വരയിലൂടെ സുഖകരമായ കാറ്റ് വീശുന്നതുപോലെ നിങ്ങളുടെ ശരീരം മുഴുവൻ വിശ്രമത്തിന്റെ ഒരു പുതപ്പിനുള്ളിലായതുപോലെ തോന്നും. ഈയൊരവസ്ഥയിൽ ഉറക്കം നിങ്ങളെയും കാത്ത് തൊട്ടരികിലുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ രീതി ഇത്രത്തോളം ഫലപ്രദമാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കു പറഞ്ഞാൽ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്കുള്ള ഒരു മനോഹരമായ പാലമാണ് ഈ ബോഡി സ്കാൻ. ചിന്തകൾ കാടുകയറുന്നതിനു പകരം ശരീരത്തിലെ അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് മനസ്സിനെ പതുക്കെ പഠിപ്പിക്കുന്നു. ബുദ്ധമതത്തിൽ ഇതിനെ വർത്തമാനകാലത്തിൽ നങ്കൂരമിടുക എന്ന് വിളിക്കുന്നു. നാം നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ സമാധാനം നിലനിൽക്കുന്ന ഈ നിമിഷത്തിലേക്ക് നാം തിരികെയെത്തുകയാണ്. ഈ പരിശീലനം പതിവാക്കുന്നതിലൂടെ എല്ലാ ചിന്തകളെയും വിട്ടുകൊടുക്കുന്നത് സുരക്ഷിതമാണെന്ന് ശരീരവും മനസ്സും പതുക്കെ തിരിച്ചറിയും. ഇന്ന് രാത്രി കണ്ണുകൾ പതുക്കെ ചിമ്മുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒന്നും മാറ്റാനോ ശരിയാക്കാനോ ശ്രമിക്കാതെ എന്റെ ശരീരത്തെ ഒന്ന് വിശ്രമിക്കാൻ എനിക്ക് അനുവദിക്കാമോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതെ എന്നൊരു മറുപടി വന്നാൽ ഉറക്കം നിങ്ങളെ തേടി വന്നുകഴിഞ്ഞു എന്നുറപ്പിക്കാം. ബുദ്ധചിന്തകളിൽ ഉറക്കമെന്നത് വെറുതെ പാഴാക്കിക്കളയുന്ന സമയമല്ല, അതൊരു പവിത്രമായ വിശ്രമമാണ്. ഒരു മെഴുകുതിരിക്ക് നിർത്താതെ എരിയാൻ കഴിയില്ലല്ലോ, അതുപോലെ തന്നെ നമുക്കും ഊർജ്ജം വീണ്ടെടുക്കാൻ ഈ വിശ്രമം അത്യാവശ്യമാണ്. ഉറക്കം വെറുമൊരു ശാരീരിക ധർമ്മമല്ല, മറിച്ച് പ്രകൃതിക്ക് സ്വയം സമർപ്പിക്കാനും പുതുജീവൻ നേടാനുമുള്ള ഒരു ആത്മീയ അനുഭവം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സെൻ കഥയുണ്ട്. അമിതമായ ക്ഷീണം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരു യുവസന്യാസിയുണ്ടായിരുന്നു. കൂടുതൽ സമയം ഉറങ്ങാതെ ധ്യാനിച്ചാൽ മാത്രമേ ജ്ഞാനോദയം ലഭിക്കൂ എന്ന് കരുതി അയാൾ ഉറക്കത്തോട് പൊരുതിക്കൊണ്ടിരുന്നു. അയാളുടെ അവശത കണ്ട് ഗുരു പറഞ്ഞു, വല്ലാതെ മുറുക്കിയ വില്ലിന്റെ നാൺ പൊട്ടിപ്പോകും, എന്നാൽ വല്ലാതെ അയച്ചിട്ടാൽ അതുകൊണ്ട് അമ്പു തൊടുക്കാനും കഴിയില്ല. ഇതിനിടയിലുള്ള സന്തുലിതാവസ്ഥയാണ് പ്രധാനം. തന്റെ പരിധിക്കപ്പുറം സ്വയം പീഡിപ്പിക്കുന്നത് ജ്ഞാനത്തിലേക്കുള്ള വഴിയല്ലെന്നും അത് വെറുമൊരു തളർച്ചയിലേക്കുള്ള വഴിയാണെന്നും ആ സന്യാസി തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉറക്കത്തെ സ്നേഹത്തോടെ സ്വീകരിക്കൂ. അത് നിങ്ങളെ പുതിയൊരു പുലരിയിലേക്ക് നയിക്കും. ശരീരത്തിന് വിശ്രമം നൽകുക, മനസ്സിനെ ശാന്തമാക്കുക. ഓരോ പ്രഭാതത്തിലും പുതിയൊരു മനുഷ്യനായി ഉണരുക. ബുദ്ധന്റെ ഈ വാക്കുകൾ എത്ര മനോഹരമാണ്. ഉറക്കമെന്നത് വെറുതെ കളയുന്ന സമയമല്ല, മറിച്ച് നമ്മുടെ ശരീരവും ആത്മാവും പുതുശക്തി നേടുന്ന പവിത്രമായ നിമിഷമാണ്. നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ഉറക്കത്തെ ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. എനിക്കിപ്പോൾ ഉറങ്ങിയേ തീരൂ എന്ന വാശി കൂടുന്തോറും ഉറക്കം നമ്മിൽ നിന്ന് അകന്നുപോകും. ഒരു സന്യാസി ധ്യാനത്തെ സമീപിക്കുന്നതുപോലെ വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും വേണം ഉറക്കത്തെ സ്വാഗതം ചെയ്യാൻ. മരിയ എന്ന വയോധികയുടെ കഥ ഇതിനൊരു വലിയ പാഠമാണ്. ഉറക്കം നഷ്ടപ്പെട്ട അവരോട് മുത്തശ്ശി പറഞ്ഞത് ഇതായിരുന്നു: മോളെ, ചന്ദ്രനും സൂര്യനും ഉദിക്കാനും അസ്തമിക്കാനും ധൃതി കാണിക്കാറില്ല, എങ്കിലും അവർ കൃത്യസമയത്ത് തന്നെ എത്തുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ മരിയ ഉറക്കത്തിനായി വാശിപിടിക്കാതെ അതൊരു പഴയ സുഹൃത്തിനെപ്പോലെ ശാന്തമായി സ്വീകരിച്ചു. എന്റെ ശരീരത്തിന് എങ്ങനെ വിശ്രമിക്കണമെന്നറിയാം എന്ന് വിശ്വസിച്ച് സ്വയം വിട്ടുകൊടുത്തപ്പോൾ ഗാഠനിദ്ര അവരെ തേടിയെത്തി. ഉറങ്ങുന്നതിനു മുൻപ്, ഇന്ന് രാത്രി ഞാൻ സമാധാനമായി വിശ്രമിക്കും, പുതിയൊരു ഉണർവോടെ നാളെ ഉണരും എന്ന് മനസ്സിനോട് പറയുന്നത് ആകുലതകളെ അകറ്റാൻ സഹായിക്കും.
അതുപോലെ തന്നെ ഓരോ പ്രഭാതവും നമുക്ക് ലഭിക്കുന്ന പുതിയൊരു ജന്മമാണ്. ഉണർന്നയുടനെ തിരക്കുകളിലേക്ക് പായാതെ ജീവനോടെയിരിക്കുന്ന ഈ നിമിഷം ഒരു വലിയ സമ്മാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയോടെ പുതിയ ദിവസത്തെ വരവേൽക്കുക. ഉറക്കം എന്നത് തിരമാലകൾ തീരത്തേക്ക് മടങ്ങുന്നതുപോലെ സ്വാഭാവികമായ ഒന്നാണ്. നമ്മൾ അതിനെ തടയാതിരിക്കുമ്പോൾ അത് തനിയെ നമ്മിലേക്കെത്തും. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് സമാധാനമായി ശ്വസിക്കൂ. നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളെ വിട്ടുകളയൂ. പ്രകൃതിയുടെ ഈ മനോഹരമായ താളത്തിൽ നിങ്ങളും സുരക്ഷിതനാണ്. ഏവർക്കും ശാന്തമായ വിശ്രമവും ശുഭനിദ്രയും നേരുന്നു.